യേശുവിൻ്റെ വിളിയും നമ്മുടെ പ്രതികരണവും. യേശു നമ്മെ വിളിക്കുന്നു സ്നേഹത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക്, അനുഗമനത്തിലേക്ക്. എന്താണ് നാം മറുപടി പറയുന്നത്? ശിഷ്യനെ വിളിക്കുന്നത്. യേശു ഗലീല സമുദ്രത്തിന്റെ തീരത്ത് നടക്കുമ്പോൾ രണ്ട് സഹോദരങ്ങളായ ഷീമോൻ പത്രോസ് എന്നറിയപ്പെടുന്നവനെയും അവന്റെ സഹോദരൻ അന്ത്രയോസിനെയും കാണുന്നു. അവർ മീൻ പിടിക്കുകയായിരുന്നു. യേശു അവരെ വിളിക്കുന്നു, എന്നെ പിന്തുടരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അവൻ പിന്നീട് ജെയിംസിനെയും യോഹന്നാനെയും വിളിക്കുന്നു. യേശു സാധാരണ മനുഷ്യരെ, തൊഴിലാളികളായ മത്സ്യ തൊഴിലാളികളെ തന്നെ അനുഗമിക്കാൻ വിളിക്കുന്നു. അവർ തങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ച് അവനെ പിന്തുടരുന്നു. ദൈവവിളി എപ്പോഴും സാധാരണ സാഹചര്യങ്ങളിൽ വരാം. അതിന് മറുപടി പറയുക എന്നത് വിശ്വാസത്തിൻ്റെ ആദ്യപടിയാണ്. ഫിലിപ്പോസിനെയും നഥനയേലിനെയും വിളിക്കുന്നത്. യേശു ഗലീലയിലേക്ക് പോകുമ്പോൾ ഫിലിപ്പോസിനെ കണ്ടു, എനിക്ക് പിന്നിൽ വരിക. ഫിലിപ്പോസ് ഉടൻ നഥനയേലിനെ വിളിക്കുന്നു. മോശെ തിരുന്യായത്തിൽ എഴുതിയവനെയും പ്രവാചകന്മാർ എഴുതിയവനെയും ഞങ്ങൾ കണ്ടു, യോസേഫിന്റെ മകൻ, നസറേത്തുകാരനായ യേശു. നഥനയേൽ ആദ്യം സംശയിക്കുന്നു, നസറേത്തിൽ നിന്ന് നല്ലത് വരുമോ? പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നഥനയേൽ വിശ്വസിച്ചു. യേശു സംശയമുള്ളവരെയും വിളിക്കുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം, പക്ഷെ യേശുവിനോട് നേരിട്ട് വരുമ്പോൾ സത്യത്തെ നേരിൽ കാണും. കതകിന് പുറത്ത് ഞാൻ നിൽക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശു ഹൃദയദ്വാരത്തിൽ കാത്തിരിക്കുന്നു. അതിൻ്റെ വാതിൽ തുറക്കാൻ നമ്മൾ തയ്യാറാകണം. യേശുവിൻ്റെ ക്ഷണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളോരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. യേശുവിൻ്റെ വിളി സഹായം, ആശ്വാസം, ആത്മവിശ്രമം ആഗ്രഹിക്കുന്നവർക്കാണ്. ജീവിതത്തിൽ തളർന്നിരിക്കുന്ന ഒരാളായാൽ പോലും അവൻ്റെ അടുത്ത് വന്നാൽ വിശ്രമം കിട്ടും. യേശു ഇന്ന് നിന്നെയും വിളിക്കുന്നു. അവൻ ശബ്ദം വിളിച്ചല്ല, ഹൃദയത്തെ സ്പർശിച്ചു വിളിക്കുന്നു. പേര് പറയാതെ, ഹൃദയം നോക്കി, നിന്റെ പേരിൽ നിന്നെ തന്നെ. യേശുവിൻ്റെ ആദ്യത്തെ വിളി. പത്രോസും അന്ത്രയോസും മത്സ്യബന്ധകർ. യേശുവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കകാലത്ത് ഗലീലയിലെ കടൽക്കരയിൽ അവൻ നടക്കുന്നു. അവിടെ അവർ കാണുന്നത് രണ്ട് സഹോദരന്മാരെയാണ്, പത്രോസ്, ഷീമോൻ എന്നറിയപ്പെടുന്നവനും അന്ത്രയോസും. അവർ സാധാരണ മത്സ്യത്തൊഴിലാളികളായിരുന്നു. വലകളെ നീട്ടി വേല ചെയ്തുകൊണ്ടിരുന്നു. യേശുവിൻ്റെ വിളി. അവരോട് യേശു പറയുന്നത്, എന്നെ പിന്തുടരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അവൻ അവരുടെ കഴിവുകളും ജീവിതാനുഭവങ്ങളും നോക്കിയല്ല വിളിച്ചത്, അവരെ രൂപാന്തരപ്പെടുത്താനാണ് അവൻ വിളിച്ചത്. അവർ എന്താണ് ചെയ്തത്? അവർ ഉടനെ വലകളെ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. വലകളെ ഉപേക്ഷിച്ച് ഭാവിയിലേക്കുള്ള ആശ്വാസം, കുടുംബത്തെ, ജോലി, സുരക്ഷിതത്വം എല്ലാം ഉപേക്ഷിച്ചു. ഈ വിളിയിൽ അവൻ്റെ സ്വാധീനം കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.